ഷെയർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ മൈക്കും സെറ്റൊക്കെ എടുത്ത് ആദ്യം പോയത് ഇത് വലിയൊരു പോത്താമ്പിയാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതിയിട്ട് പോയത് ബഹാവുദ്ദീൻ നദ്വിയുടെ അടുത്തേക്കാണ്. അവിടെ പോയിട്ട് ഇവർക്ക് കിട്ടിയത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. വ്യാജം പറയുക, ചെയ്യുക, പ്രവർത്തിക്കുക എന്നത് എ.പി. അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. ഇപ്പോൾ 94 വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. 94 വയസ്സായിട്ടുണ്ടെന്നാണ് നമ്മളറിയുക അദ്ദേഹത്തിന്. മനുഷ്യന് വയസ്സാകുമ്പോൾ, മരണത്തോടടുക്കുമ്പോൾ ഈ വ്യാജം പറയുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ, വ്യാജ നാടകങ്ങൾ അഭിനയിക്കുന്നതിൽ നിന്നൊക്കെ സ്വാഭാവികമായി മാറി നിൽക്കാറുണ്ട് എല്ലാ മനുഷ്യരും, വിശിഷ്യ മുസ്ലിമീങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇന്നലെ 1 മീറ്റർ വളർന്നു എന്ന് പറഞ്ഞിട്ടില്ല, 1 സെൻറ്റിമീറ്റർ അതോ 1/2 സെൻറ്റിമീറ്ററോ ഇത്ര വളർന്നു എന്നാണ് കേട്ടത്. അത് അദ്ദേഹം ഈ പുനഃപ്രസ്താവന നടത്താൻ തീരുമാനിച്ച സമ്മേളനത്തിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെടുമ്പോൾ തന്നെ പറയപ്പെടുന്ന മേൽവിലാസങ്ങളിലും വ്യാജമായി പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നാണ് പരിചയപ്പെടുത്തപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വ്യാജമാണ് എന്ന് നമ്മൾ ആ കാലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യാജകേശത്തിൻ്റെ കൂടെയും അദ്ദേഹത്തിൻ്റെ വ്യാജ പ്രസ്താവങ്ങളുടെ കൂടെയും നമ്മൾ സഹസഞ്ചാരം നടത്താറുണ്ട്. കാരണം സത്യവിശ്വാസികൾ വിശിഷ്യ, ബഹുജനങ്ങൾ പൊതുവെ കബളിപ്പിക്കപ്പെടരുത് എന്ന ഒരു സതുദ്ദേശ്യം മാത്രമാണ് അതിലുള്ളത്. എ.പി. അബൂബക്കർ മുസ്ലിയാരുമായി നമുക്ക് വ്യക്തിപരമായി അകൽച്ചയോ വിദ്വേഷമോ സ്പർദ്ധയോ ഒന്നുമില്ല. നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ മേൽവിലാസത്തിൽ ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങളുമായി, ഇസ്ലാമിൻ്റെ സാഹചര്യങ്ങളുമായി, സന്ദർഭങ്ങളുമായി ഒക്കെ വന്നിട്ട് ഈ മുസ്ലിമീങ്ങളുടെ, വിശ്വാസികളുടെ വിശ്വാസം വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഈ മുടി നീണ്ടു എന്ന് പറയുന്ന പ്രസ്താവം ഈ നിലവിലുള്ള അഥവാ നീളുക എന്ന പ്രക്രിയയ്ക്ക് വിധേയമായ മുടിയുടെ ആധികാരികത സ്ഥിരീകൃതമായ ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ഈ വ്യാജ ഗ്രാൻഡ് മുഫ്തി ആയി അറിയപ്പെടുന്ന അദ്ദേഹം ഈ വ്യാജ കേശവുമായി രംഗത്ത് വന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് 1/2 സെൻറ്റിമീറ്റർ നീളം കൂടി എന്നുള്ള പ്രസ്താവത്തിന് മറുപടിയെ അർഹിക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള എരിവും പുളിയും ഒക്കെയുള്ള നദ്വിയുടെ ഈ പ്രസ്താവന കേട്ടപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പറഞ്ഞു, ഇദ്ദേഹം പഴയ ആ ഒരു സ്റ്റേജിൽ നിന്നും ഇപ്പോഴും വണ്ടി കയറിയിട്ടില്ല എന്നുള്ളത് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു. എന്നാൽ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിൻ്റെ കറാമത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് കൊടുത്ത ബഹുമാനം എത്രത്തോളമാണെന്നുള്ളത് ഇന്നലത്തെ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എ.പി. ഉസ്താദിനെതിരെ ശബ്ദിച്ച നദ്വിയെക്കുറിച്ച് ഇതേ ചാനൽ തന്നെ ഇന്നലെ പറഞ്ഞ ആ വാർത്തയും ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞ ആ പരാമർശവും ഒന്ന് കേട്ടു നോക്കൂ. സംസ്ഥാനത്തെ മന്ത്രിമാർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി. മന്ത്രിമാർക്കെല്ലാം അവിഹിതമുണ്ടെന്നും വൈഫ് ഇൻചാർജുമാരുണ്ടെന്നുമാണ് പരിഹാസം. EMSന്റെ മാതാവ് 11 വയസ്സിൽ വിവാഹിതയായെന്നും ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. ബഹുഭാര്യാത്വത്തെയും ചെറിയ പ്രായത്തിലുള്ള വിവാഹത്തെയും ന്യായീകരിച്ചായിരുന്നു നദ്വിയുടെ പ്രസംഗം. എന്താണല്ലേ, ഇപ്പോഴും പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത എത്ര മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ? കേൾക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സജീവമായി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS എന്ന ത്രയാക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന ആൾ. പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയോ? EMSൻ്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് 11 വയസ്സുള്ളപ്പോഴാണ്. ഈ നാസർ വൈസ് പോയ 15 നൂറ്റാണ്ട് പിന്നൊക്കൊന്നും പോകണ്ട. ഇത് 21-ാം നൂറ്റാണ്ടാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടുണ്ട്, 20-ാം നൂറ്റാണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അത് ഓരോ വിഷയം സാമൂഹികമായി ഓരോ വിഷയത്തിനൊരു കാഴ്ചപ്പാട്, ഒരു പരിപ്രേക്ഷ്യം, രീതി, ശൈലി, സ്വഭാവം അതനുസരിച്ചാണ് നടക്കുക. ഇനി ബഹുഭാര്യത്തെടുത്താലോ, നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്. അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി. അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ്, അങ്ങനെ പേരങ്ങനെ പറയില്ല എന്ന് മാത്രം.
എത്ര ആളുണ്ടായിരുന്നു അത് ഇല്ലാത്തവരാരെന്ന് കയ്യൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കയ്യൊന്തിക്കും? ഇസ്ലാം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണ് ചെയ്ത്. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാകാം. മനുഷ്യൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സ്വഭാവം അനുസരിച്ച് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ അത് മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം. 4 കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. അത് തലപ്പര കക്ഷികൾ പറയുന്നതാണ് 4 കെട്ടണം. എന്താണ് വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, ശൈശവവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഈ ബഹുഭാര്യത്വത്തെ ന്യായീകരിച്ചുകൊണ്ടുമുള്ള പ്രസംഗത്തിനിടയിലാണ് മന്ത്രിമാർക്കെതിരെ പോലും ബഹാവുദ്ദീൻ നദ്വി ഇങ്ങനെയൊക്കെ പറയുന്നത്. വൈഫ് ഇൻചാർജുമാർ എന്നൊരു പദപ്രയോഗമാണ് നടത്തുന്നത്. അതിൽ എം പിമാരും കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് എന്ത് ഭവിച്ചാണ് നദ്വി ഇത് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബഹുഭാര്യത്വത്തെ ന്യായീകരിക്കാനായിരിക്കും ഇതൊക്കെ പറഞ്ഞത്. ഇതൊക്കെ ചുറ്റുപാടും നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. വി എസ് രഞ്ജിത്ത്, ഏതു സാഹചര്യത്തിലായിരുന്നു ഈ പരാമർശം? ഡോക്ടർ അരുൺ, ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബഹുഭാര്യത്വത്തെയും അതുപോലെ മുഹമ്മദ് നബിയുടെ നേരത്തെയുള്ള വിവാഹം, അതായത് ചെറിയ പ്രായത്തിൽ 6 വയസ്സിൽ ആയിഷയെ വിവാഹം കഴിക്കുകയും 11 വയസ്സിൽ അവർ തമ്മിൽ ദാമ്പത്യ ബന്ധം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടക്കുന്ന വിമർശനങ്ങൾ, പ്രത്യേകിച്ച് എക്സ് മുസ്ലിം എന്ന് പറയുന്ന നിരീശ്വരവാദ യുക്തിവാദ വിഭാഗങ്ങളൊക്കെയാണ് ഇതിനെയൊക്കെ വിമർശിക്കുന്നത്. ആ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലാണല്ലോ വരിക. അങ്ങനെയാവുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ തലതൊട്ടപ്പനായ EMSന്റെ മാതാവ് വിവാഹം ചെയ്തത് 11 വയസ്സിലാണല്ലോ. അത് അന്നത്തെ കാലത്തെ സാമൂഹിക വ്യവസ്ഥക്കനുസരിച്ചല്ലേ. അതുകൊണ്ട് അങ്ങനെ വലിയ വിമർശനമൊന്നും വേണ്ട എന്ന് പറയാൻ, അതായത് ഈ വിമർശകരുടെ വായടപ്പിക്കാനുള്ള ഒരു മറുപടിയായിട്ടാണ് ബഹാവുദ്ദീൻ നദ്വി EMSന്റെ മാതാവിനെ കുറിച്ച് പോലും, ചരിത്രത്തിലുള്ള EMSന്റെ മാതാവിനെ കുറിച്ച് പോലും ഈ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത്. രണ്ടൊന്നും ബഹുഭാര്യത്വത്തെ കുറിച്ചാണ്. അതായത് ഒരാൾക്ക് 4 പേരെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ചില പുരുഷന്മാർക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടി വരും, ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള മന്ത്രിമാരെ MP മാരൊക്കെ ഒരു വിവാഹം കഴിക്കുകയും മറ്റുള്ളവരെയൊക്കെ അവിഹിത ബന്ധമായി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അവിഹിതം സൂക്ഷിക്കുന്നതിന് പകരം താല്പര്യമുള്ളവർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിഹിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ മന്ത്രിമാരുടെയൊക്കെ ഈ വൈഫ് ഇൻചാർജ് എന്ന പ്രയോഗമൊക്കെ നടത്തി മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ ആകെ ആക്ഷേപിക്കുകയും EMSന്റെ മാതാവിനെയൊക്കെ ഉദാഹരണത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അതിൽ ബഹാവുദ്ദീൻ നദ്വി പറയാതെ പോയൊരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ഒന്നിലധികം ഭർത്താക്കന്മാരെ വേണമെങ്കിൽ അങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. പുരുഷന്മാർക്ക് ഒന്നിലധികം താല്പര്യം ഉണ്ടാകുമ്പോൾ, വിവാഹം അനുവദിക്കപ്പെടുമ്പോൾ സ്ത്രീകൾക്കും അത്തരം താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെയുള്ളത് അനുവദനീയമാണോ എന്നൊരു ചോദ്യത്തിന് നദ്വി ഉത്തരം പറഞ്ഞിട്ടില്ല. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ഭാര്യമാരെ വേണ്ടിവരുമെന്നാണ് ബഹുവുദ്ദീൻ നദ്വിയുടെ അഭിപ്രായം. ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള കുറേയധികം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് കുറേയേറെ ഭർത്താക്കന്മാരെ കൂടെ കൊടുക്കാൻ അനുവദിക്കൂ. ഇത് എന്ത് ചോദ്യമാണ് സാർ? പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സൂപ്പർ ഫാസ്റ്റ് ബസ് പിടിക്കണം. പുതിയ ബസ്സൊക്കെ ഇറക്കിയിട്ടുണ്ട് KB ഗണേഷ് കുമാർ. ആലോചിച്ച് നോക്കി. പക്ഷേ ഇതുകൊണ്ട് അവസാനിച്ചില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു വാർത്ത വന്നു, അതുകൂടെ കേൾക്കാം. ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ CPM പ്രതിഷേധം. നദ്വി പ്രസംഗിച്ച മടവൂരിലാണ് CPM ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഖിൽ അഹമ്മദിന്റെ പ്രസംഗം. EMSനെയും ജനപ്രതിനിധികളെയും അവഹേളിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇത്തരം പണ്ഡിത വേഷം ധരിച്ച ചില നാറികൾ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയത്. കേരളം എങ്ങനെയാണ് EMSനെയും കേരളത്തിലെ ജനപ്രതിനിധികൾ കാണുന്നത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ എല്ലാവരും വന്നത്. സിനോജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, നദ്വി പ്രസംഗിച്ച അതേ സ്ഥലത്താണോ ഇന്നിപ്പോൾ CPIM മറുപടി കൊടുക്കാൻ ശ്രമിച്ചത്? അതെ, തീർച്ചയായിട്ടും. അതായത് ഈ മടവൂർ പള്ളിത്താഴം എന്ന് പറയുന്ന സ്ഥലത്താണ് നദ്വി ഈ വിവാദ പ്രസംഗം നടത്തിയത്. അതേ മണ്ണിൽ തന്നെയാണ് മടവൂർ ലോക്കൽ കമ്മിറ്റി അല്പസമയം മുൻപാണ് പെട്ടെന്ന് ആഹ്വാനം ചെയ്ത ഒരു പ്രതിഷേധമാണ്. 50-ലധികം CPM പ്രവർത്തകർ ആ പരിപാടിയിൽ പങ്കെടുത്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ അഖിൽ മാത്രമല്ല, പ്രസംഗിച്ച എല്ലാ നേതാക്കളും ഈ നദ്വിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രസംഗം നടത്തിയിരിക്കുന്നത്. അതായത് മതപണ്ഡിതനല്ല, ഉസ്താദല്ല നദ്വി. അതായത് നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ തന്നെയാണ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ രൂക്ഷമായ ഭാഷയിലാണ് നദ്വിയെ വിമർശിച്ചിരിക്കുന്നത്. ഇത് CPMന്റെ മാത്രം പ്രതിഷേധമാകരുത്, മറ്റ് പാർട്ടികളും പ്രതിഷേധിക്കണം. കാരണം എല്ലാ MPമാരെയും MLAമാരെയും മന്ത്രിമാരെയുമാണ് നദ്വി അവഹേളിച്ചിരിക്കുന്നത്. EMSനെ കുടുംബത്തെയും അവഹേളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നദ്വിക്കെതിരെ രംഗത്ത് വരണം. നദ്വിയെ താങ്ങി നിർത്തുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത്. സൂചനാ സമരമാണ്. കൂടുതൽ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നും പ്രാദേശിക CPM നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. അരുൺകുമാർ.
ഓക്കെ, സിനോജാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇനിയും പ്രതിഷേധം അതിരൂക്ഷമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എനിക്കൊരു കാര്യമേ ഈ നദുവിയോട് പറയാനുള്ളൂ. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ ദയവ് ചെയ്ത് ആ തലയിലുള്ള കെട്ട് ഒന്ന് അഴിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ബഹുമാനപ്പെട്ട AP ഉസ്താദുമാർക്കൊരു ഇസ്സത്ത് ഉണ്ടാക്കി തീർക്കുമ്പോൾ അതെല്ലാം കളഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അടിമകൾ രംഗത്ത് വരുന്നത് വേദനാജനകമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇതിനെ AP ഉസ്താദിൻ്റെ കറാമത്ത് എന്നോ ഷാർ മുബാറക്കിൻ്റെ ഗുരുത്തക്കേടാണെന്നോ അങ്ങനെ എന്തും ഇതിനെ പറയാം. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ പുതിയ കൂട്ടുകെട്ട് കുരുവട്ടൂരികളുമായിട്ടാണ്. അപ്പോൾ ഇനി നാറ്റത്തിൽ നിന്നും വലിയ നാറ്റത്തിലേക്കാണ് കൂപ്പ് കുത്തുന്നത് എന്ന് ചെറുതായി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു.